നമസ്കാരം. ഞാൻ വന്നിരിക്കുന്നത് ദിലീപിൻ്റെ ബബ്ബബ്ബയുടെ ട്രെയിലർ ഇറങ്ങി, ഞാൻ കണ്ടു. ട്രെയിലർ റിയാക്ഷൻ ആയിട്ടാണ് ഉള്ളത്. ഒരു മിനിറ്റും 49 സെക്കൻഡുള്ളൂ ട്രെയിലറുള്ളൂ. ഞാനൊരു 2-2.5 മിനിറ്റ് പ്രതീക്ഷിച്ചു. ട്രെയിലർ ഒരു ടീസറിനൊക്കെ അത്ര വലുപ്പമുള്ള ട്രെയിലറാണ് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനി ട്രെയിലറിലേക്ക് വരാം. ട്രെയിലർ എനിക്ക് മൊത്തത്തിൽ കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒരു ഓളം ബഹളമൊക്കെയുള്ള ട്രെയിലറായിട്ട് തോന്നി, ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്കത് നെഗറ്റീവായിട്ട് തോന്നുന്നത് ദിലീപിൻ്റെ സീൻസൊക്കെ ഭയങ്കര ബോറായിട്ട് തോന്നി. കാരണം വെച്ച് കഴിഞ്ഞാൽ ദിലീപിനെ കൂടെ പറ്റുന്ന പരിപാടിയില്ലെന്ന് അത് കാണുമ്പോൾ അറിയാം. സ്ഥിരം കാണിക്കുന്ന കോമഡികളാണ് അത് വന്നിട്ടുണ്ട്. അത് തന്നെ അരോചകമായിട്ട് തോന്നി. പിന്നെ അത് തന്നെ വെറുപ്പിലായിട്ട് തോന്നി. പിന്നെ ഭയങ്കര ഏർപ്പെടുത്താണ്. ലാലേട്ടനായിട്ട് ഒന്നിച്ച് നടക്കുന്ന സീനൊക്കെ ഭയങ്കര ഏർപ്പെടുത്താണ്. പിന്നെ ഈ KGF ക്യാഷ് കാണിക്കുന്നതൊക്കെ തോക്കൊക്കെ എടുത്ത് തോളത്തൊക്കെ ഭയങ്കര കോമഡിയായിട്ട് തോന്നുന്നുണ്ട്. സിഗരറ്റ് പിടിക്കുന്നതൊക്കെ കോമഡിയായിട്ട് തോന്നുന്നത്. നടപ്പാക്കുക പക്ക കോമഡിയാണ്. അതുകൊണ്ട് ദിലീപിൻ്റെ സീൻസ് ഒന്നും എനിക്ക് ആ ട്രെയിലറിനകത്ത് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ആ ട്രെയിലർ നമുക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം ലാലേട്ടനൊരു സീൻ വരുന്നുണ്ട്. ആ സീൻ വരുമ്പോൾ നമുക്ക് ട്രെയിലർ ഇഷ്ടപ്പെടുന്നുണ്ട്, ട്രെയിലർ ബൂസ്റ്റ് ആവുന്നുണ്ട്. അന്ന് പറഞ്ഞാൽ ഇതിനെ പടം ഇറങ്ങുമ്പോഴും ലാലേട്ടൻ സീൻ വരുമ്പോൾ എന്തായാലും ലാലേട്ടൻ ഫാൻസിൽ ഓളം അടിച്ച് പൊളിക്കും. അതായത് ലാലേട്ടൻ ഒരു പാട്ട് സീനും ഉണ്ട്, അത് നല്ലൊരു ഫൈറ്റൊക്കെ ഉണ്ട്, ഒരു 10-20 മിനിറ്റ് സീനുണ്ട്. അപ്പോൾ ആ 20 മിനിറ്റ് പടത്തിൽ കയറി കൊടുത്താലും ഫാൻസുകൾ കയറി കാണാനുള്ള സംഭവങ്ങളെല്ലാം പടത്തിൽ അത് ലാലേട്ടൻ്റെ സീൻ കാണും. അതുകൊണ്ട് പടം തല്ലിപ്പൊളി പടമാനും കുറച്ച് ഓടാനും ആൾക്കാർ കയറാനും ഉള്ള ചാൻസ് ലാലേട്ടൻ്റെ സീനിലൂടെ ആ സിനിമയിൽ കിട്ടും. ലാലേട്ടന് വഴി ദിലീപിന് ഒരു കമ്പാക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് മിക്കവാറും മാലപ്പടക്കമായിരിക്കും. ദിലീപിൻ്റെ അടുത്ത മാലപ്പടക്കമായിരിക്കും ഈ ക്രിസ്മസിന് ഇറങ്ങുന്നതെന്ന് എനിക്ക് തോന്നി. ട്രെയിലർ കണ്ടിട്ട് അടുത്തൊരു പടക്കമായിട്ട് ദിലീപ് ക്രിസ്മസിന് വരുന്നതായിട്ട് എനിക്ക് തോന്നിയത് ട്രെയിലർ കണ്ടിട്ട്. പിന്നെ ലാലേട്ടൻ സീൻ ഉണ്ടായിട്ട് കുറച്ച് ആൾക്കാർ കയറും, ഒരു ഓളം ബഹളം കാണും. അതിനുള്ള സാധനമൊക്കെ ട്രെയിലറിനകത്ത് കാണുന്നുണ്ട്. ലാലേട്ടൻ സീൻ, ദിലീപിൻ്റെ സീനൊക്കെ പോരാട്ട തോന്നി. പിന്നെ ഇതിനകത്ത് വിജയുടെ റെഫറൻസ് ഒക്കെ ദിലീപ് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് വിജയ് ഫാൻസിനും കയറും. അങ്ങനെ ലാലേട്ടൻ ഫാൻസും വിജയ് ഫാൻസും കയറുമ്പോൾ തന്നെ പടത്തിന് ഓളവും ബഹളമൊക്കെ ആവും. അത് ദിലീപിനെ തിരിച്ചു കൊണ്ടുവരേണ്ട പല 18 അടവാണ് അതിന് ഡയറക്ടർ നോക്കിയത്. ഡയറക്ടർ ഒരു മനസ്സ് ഓർത്തുണ്ട്, ഡയറക്ടർ ഒരു താല്പര്യം ഓർത്തുണ്ട് ദിലീപിനെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരണം. അത്രയ്ക്കും താല്പര്യം ഡയറക്ടർ. അതിനുവേണ്ടി ലാലേട്ടനെ കൂട്ടുപിടിക്കുക, വിജയുടെ റെഫറൻസ് കൊണ്ടുവരിക. സ്വന്തമായിട്ട് പറ്റുന്നില്ല, അതിനാണ് വേറെ ആൾക്കാരെ കൂട്ടുപിടിച്ച് തിരിച്ചു കൊണ്ടുവരാണ്ട് നോക്കുന്നത്. ഇനി നമുക്ക് ഈ മാസം 18-ാം തീയതിയാണ് ഇറങ്ങുന്നത്, ക്രിസ്മസ് റിലീസാണ്. 18-ാം തീയതി ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഷോ കാണുന്നുണ്ട്, കണ്ടിട്ട് ഞാൻ എൻ്റെ റിവ്യൂ ഇടുന്നുണ്ട്. ഓക്കെ, അപ്പം ട്രെയിലർ റിയാക്ഷൻ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. ട്രെയിലർ ആവറേജായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ, വലിയ സംഭവമായിട്ട് തോന്നിയില്ല. നല്ല പ്രതീക്ഷയോടെ കാത്തിരുന്ന ട്രെയിലറാണ്. പക്ഷേ ട്രെയിലറിനകത്ത് എനിക്ക് വലിയ സംഭവം തോന്നിയില്ല. പിന്നെ ഇച്ചിരിയും ട്രെയിലർ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലാലേട്ടൻ സീൻ മാത്രമേ ഉള്ളൂ. ദിലീപ് പഴയണക്ക് തന്നെ. അപ്പം ഇനി പടം ഇറങ്ങട്ടെ, എന്നിട്ട് ബാക്കി നമ്മൾ പടം ഇറങ്ങിയിട്ട് പറയാം. ഓക്കെ.